മലപ്പുറം കൂറ്റൂർ നോർത്ത് KMHS സ്കൂളിലെ +2 വിദ്യാർത്ഥിയുടെ പരീക്ഷാ പേപ്പർ തടഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ മലപ്പുറത്തു നിന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ RDD ഡോക്ടർ PM അനിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ജില്ലാ ഓഫീസർമാർക്ക് ഇപ്പോൾ തന്നെ ആ കുട്ടിയെ നേരിട്ട് കാണാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാണ്ട് ഇപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്? നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുടെയും DGയുടെയും നിർദ്ദേശമനുസരിച്ചാണ് കുട്ടിയെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കുട്ടിക്ക് ഒരു മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായി എന്നറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കുട്ടിയെ കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലപാടുകൾ കുട്ടിയെ അറിയിക്കുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഈ കുട്ടിയുടെ വിഷയത്തിൽ അന്തിമമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്ന തീരുമാനം? കുട്ടിയുടെ കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ DG കുട്ടിയെ അറിയിക്കാനായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കുട്ടിക്ക് പരീക്ഷയിൽ ഈ എക്കണോമിക്സിൻ്റെ പരീക്ഷ എഴുതാൻ കഴിയും. ആ പരീക്ഷയ്ക്ക് പുറമെ കുട്ടിക്ക് ഒരു വിഷയമാണ് സാധാരണഗതിയിൽ പരീക്ഷയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. അതിൽ ആ കുട്ടിയുടെ പ്രത്യേക ഒരു കേസായി പരിഗണിച്ചുകൊണ്ട് ഒരു വിഷയം കൂടി എക്കണോമിക്സ് എഴുതാം. അതിൻ്റെ പുറമെ ആ കുട്ടിക്ക് നോർമലി കിട്ടുന്ന ആനുകൂല്യമായ ഒരു വിഷയം ബെറ്റർ ചെയ്യാനുള്ള അവസരം കൂടി അതിൻ്റെ കൂട്ടത്തിൽ നൽകുകയും സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ ഒരുമിച്ചൊരു സർട്ടിഫിക്കറ്റാക്കി കൺസോൾഡേറ്റ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം എന്നാണ് DG അറിയിച്ചിട്ടുള്ളത്. എക്സാം എന്നുള്ള രീതിയിലല്ല, അപ്പോൾ അല്ല എക്സാം എന്നുള്ള രീതിയിലല്ല, കുട്ടിക്ക് പബ്ലിക് പരീക്ഷ എഴുതുന്ന രീതിയിൽ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്ന സംവിധാനം ഉണ്ടാക്കുകയും അതിന് പുറമെ വേണമെങ്കിൽ ഒരു വിഷയം കൂടി കുട്ടിക്ക് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ 97% മാർക്കുള്ള കുട്ടിയാണ് എന്നാണ് കുട്ടിയോട് സംസാരിച്ച് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആ രീതിയിൽ കുട്ടിക്ക് അത് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതിനുള്ള സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കി കൊടുക്കും. കുട്ടിക്ക് എന്തായാലും ഈ പരീക്ഷാ സമയം നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഭാവിയിൽ മറ്റു ഉപരിപഠന സാധ്യതകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്യില്ല. പൂർണ്ണമായും കുട്ടിക്ക് വീണ്ടും ഒരു പരീക്ഷ നടത്തുന്നതിന് സമാനമായിട്ടായിരിക്കും. വീണ്ടും ഒരു പരീക്ഷ നമുക്ക് ഒരു കുട്ടിക്ക് മാത്രമായിട്ട് നടത്തുന്ന നമ്മുടെ സിസ്റ്റത്തിന് ഒരു പരിമിതികളുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ നമ്മൾ നടത്തുന്നുണ്ട്. ആ പരീക്ഷയിൽ ആ കുട്ടിക്ക് എഴുതി മാർക്ക് കുറഞ്ഞാലും ഇപ്പോഴുള്ള മാർക്കുകൾ നിലനിർത്തുന്ന രീതിയിലാണ് നമ്മുടെ സിസ്റ്റം ഉള്ളത്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ഒരു വിഷയമാണ് ബെറ്റർ ചെയ്യാൻ പറ്റുക. ആ കുട്ടിക്ക് ആ വിഷയം ആ ഒരു ആനുകൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ എക്കണോമിക്സ് പരീക്ഷയും എഴുതാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കും. പബ്ലിക് എക്സാം എഴുതി അതുപോലെ തന്നെ ആയിരിക്കും പബ്ലിക് എഴുതിയ സർട്ടിഫിക്കറ്റ് ആ രീതിയിൽ തന്നെ കൊടുക്കുകയും ആ കുട്ടിയോട് ഇപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു. കുട്ടിയുടെ അമ്മയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവർ വളരെ സംതൃപ്തരായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് ആ പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയൊരു ആശ്വാസത്തിനും സന്തോഷത്തിനും ഉള്ളത് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് ഇപ്പോൾ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായോ? അതെ, സന്തോഷത്തിലാണ്. ഇപ്പോൾ എന്താ പറയാനുള്ളത്? ഒരുപാട് ദിവസം കുറേ ടെൻഷനൊക്കെ അടിച്ചല്ലോ. അതെ, ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. എക്സാം എഴുതാൻ പറ്റിയെന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പൊക്കെ വലിയ തോതിലൊരു നടപടി എടുത്തു. അവരോട് എന്താ പറയാനുള്ളത്? നന്ദി. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. താങ്ക് യു. എന്തായാലും അപ്പോൾ വീണ്ടും ഒരു പരീക്ഷ എഴുതാൻ തയ്യാറാണ്? അതെ, ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ഈ വിദ്യാഭ്യാസം എടുത്ത തീരുമാനത്തിൽ ഫുൾ ഹാപ്പിയാണോ? ഞാൻ ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു വാർത്ത കൊടുക്കുന്നു. ആ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ശക്തമായ തന്നെ നടപടികൾ സ്വീകരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യം മുതൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥിക്ക് നിഷേധിക്കപ്പെട്ട സമയമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു പുനഃപരീക്ഷയ്ക്കുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിലൂടെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അന്തിമ തീരുമാനമെടുത്തിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ ഡോക്ടർ PM അനിൽ തന്നെ നേരിട്ട് ആ കുട്ടിയുടെ വീട്ടിലെത്തി ആ സന്തോഷ വാർത്ത നേരിട്ട് ആ കുട്ടിയെ അറിയിക്കുകയും ചെയ്തു. വലിയൊരു നേട്ടം ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത നടപടി ഇല്ലെങ്കിൽ സ്വീകരിച്ച ഈ കുട്ടിയോട് നീതി പുലർത്താനുള്ള തീരുമാനം അത് അങ്ങേയറ്റം പ്രശംസനീയമാണ് എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകം പരാമർശിക്കേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.